എൻട്രൻസ് ക്രാഷ് കോഴ്സിന്റെ മാത്തമാറ്റിക്സിന്റെ മൂന്നാം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്റഗ്രേഷൻ ആണ്. എൻട്രൻസിന് ഇന്റഗ്രേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക അതിനുള്ള ട്രിക്സ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 4 ടൈപ്പ് ആണ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ബൈ ലീനിയർ ഫോം. ഒരു കോൺസ്റ്റന്റ് ബൈ ലീനിയർ ഫോം ആണെങ്കിൽ അതിന്റെ ആൻസർ ഷുഡ് ബി log of denominator. മുകളിൽ ഒരു കോൺസ്റ്റന്റും താഴെ ഒരു ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ആൻസർ എപ്പോഴും log of denominator ആയിരിക്കും. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇന്റഗ്രൽ 1/1 + x ആണെങ്കിൽ ആൻസർ എപ്പോഴും വരുന്നത് log of denominator. Log of denominator becomes log of 1 + x + c. ഇതാണ് ആൻസർ വരുന്നത്. ഇനി 2/, ആണെങ്കിൽ എന്ത് വരും? 2 * log of mod 1 + x + c. എളുപ്പമാണ്. കോൺസ്റ്റന്റ് ബൈ ലീനിയർ ആണെങ്കിൽ എന്തായിരിക്കും? log of denominator. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ലീനിയർ ബൈ ലീനിയർ. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ലീനിയർ ആണെങ്കിൽ എന്ത് ചെയ്യാം? എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ 1/1 + x. ഇപ്പൊ രണ്ടും എന്താണ്? ലീനിയർ ആണ്. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിന്റെ ഫോമിലേക്ക് ആക്കണം. ഇവിടെ ഡിനോമിനേറ്റർ കിടക്കുന്നത് എന്താ? 1 + x ആണ് കിടക്കുന്നത്. ന്യൂമറേറ്റർ വെറും x ഉള്ളൂ. അപ്പൊ എന്താക്കണം? ഒരു 1 ആഡ് ചെയ്യണം. ഒരെണ്ണം ആഡ് ചെയ്താൽ അത് ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം? -1 ചെയ്യണം. by 1 + x dx. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ 1 + x by 1 + x dx മൈനസ് ഇന്റഗ്രൽ 1 by 1 + x dx. ഇത് സെയിം ആയതുകൊണ്ട് എന്ത് വരും? ഇന്റഗ്രൽ dx മൈനസ് ഇന്റഗ്രൽ 1 by 1 + x dx. ഇന്റഗ്രൽ dx എന്താണെന്ന് അറിയാം നമുക്ക്? x ആണെന്നറിയാം. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? വീണ്ടും എന്ത് വന്നു? കോൺസ്റ്റന്റ് ബൈ ലീനിയർ. കോൺസ്റ്റന്റ് ബൈ ലീനിയർ ആണെങ്കിൽ എന്താ? log of denominator. The answer is x minus log of 1 + x + c. ഇതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് 2. അതായത് ഇന്റഗ്രൽ ലീനിയർ ബൈ ലീനിയർ ഫോം ആണെങ്കിൽ. എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ x/1 + x dx. ഇവിടെ താഴെ മുകളിൽ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം ഡിഗ്രി ആണ്. സെയിം ഡിഗ്രി ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്ററിന്റെ അതേ ഫോമിൽ ന്യൂമറേറ്ററിനെ ആക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഇവിടെ ഡിനോമിനേറ്റർ 1 + x ആണ്. ന്യൂമറേറ്റർ എന്തേ ഉള്ളൂ? x ഏ ഉള്ളൂ. അപ്പൊ അത് 1+ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 1 ആഡ് ചെയ്യാം. ബാലൻസ് ചെയ്യാനായിട്ട് -1 ചെയ്യും. 1 + x dx. then അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രൽ 1 + x by 1 + x dx മൈനസ് ഇന്റഗ്രൽ 1 by 1 + x dx. ഇത് സെയിം ആയതുകൊണ്ട് കട്ട് ചെയ്തു. ഇന്റഗ്രൽ dx മൈനസ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ബൈ ലീനിയർ ഫോം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അതേ മെത്തേഡ് ആണ് വരുന്നത്. കോൺസ്റ്റന്റ് ബൈ ലീനിയർ ഫോം ആണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? log of denominator. ഇവിടെ എന്ത് വരും? log of 1 + x + c എന്ന് വരും. അപ്പോൾ ഫൈനൽ ആൻസർ വരിക ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x മൈനസ് log 1 + x + c. എളുപ്പമാണ്. സെയിം ഡിഗ്രി ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിന്റെ അതേ ഫോം തന്നെ ന്യൂമറേറ്റർ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നെക്സ്റ്റ് ടൈപ്പ് 3 നോക്കാം. അതെന്താ? ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ. അതായത് ഫസ്റ്റ് ഡിഗ്രി ബൈ സെക്കൻഡ് ഡിഗ്രി. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും 1 ഡിഗ്രി കൂടുതലാണെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണോ ന്യൂമറേറ്ററിന് ചെക്ക് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. 2x/1 + x² dx. ഒബ്വിയസ്ലി എന്താ?
ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ന്യൂമറേറ്ററിന്റെ ഡിഗ്രി 1 ഉം ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി 2 ഉം ആണെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണോ ന്യൂമറേറ്റർ നോക്കാം. അങ്ങനെയാണെങ്കിൽ ആൻസർ കണ്ണടച്ചെഴുതാം log of denominator. അപ്പോൾ ഇവിടെ എന്ത് വരും? log of denominator എന്ന് പറഞ്ഞാൽ log of mod 1 plus x square plus c. ഇനി ഇതിന് പകരം ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെയുള്ളൂ x by 1 plus x square dx. സെയിം തന്നെയാണ്. ഇവിടെ ഡിഗ്രി 1 ആണ്, താഴെ ഡിഗ്രി 2 ആണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അല്ല ന്യൂമറേറ്റർ. പക്ഷെ നമുക്ക് ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് നടത്തിയ ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടും. ഞാൻ ഇവിടെ ഒരു 2 ഇട്ടു, അത് ബാലൻസ് ചെയ്യാൻ ഇവിടെ 1/2 ചെയ്തു. ഇപ്പൊ എന്താ? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. അപ്പൊ ഈ ഒരു പോർഷന്റെ ആൻസർ എന്താ? log of 1 plus x square plus c ആണ്. ആര് പുറത്തുണ്ട്? 1/2 ഉണ്ട്. ആൻസർ ഈസ് 1/2 log mod 1 plus x square plus c. ഈ ഫോർത്ത് ടൈപ്പ് പറയുന്നത് ഇന്റഗ്രൽ ക്വാഡ്രാറ്റിക് ബൈ ക്വാഡ്രാറ്റിക്. ഇവിടെ രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്വാഡ്രാറ്റിക് ഫോം, ദാറ്റ് ഈസ് സെക്കൻഡ് ഡിഗ്രി ഫോം ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു സെയിം ഡിഗ്രി ആണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലുള്ള അതേ ഫോം തന്നെ ന്യൂമറേറ്ററിലേക്ക് ആക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ x സ്ക്വയർ ബൈ 1 plus x square dx ആയതുകൊണ്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ ആര് എക്സ്ട്രാ ഉള്ളത്? 1 പ്ലസ് ഉണ്ട്. അതിനെ മുകളിലേക്ക് ജസ്റ്റ് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? ജസ്റ്റ് ആഡ് ചെയ്തു 1 plus x square ബാലൻസ് ചെയ്യാം -1 ചെയ്തു by 1 plus x square dx. സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് വരും? 1 plus x square by 1 plus x square dx minus integral 1 by 1 plus x square dx. ഇതെന്താ? സെയിം ആയതുകൊണ്ട് കട്ട് ചെയ്തു. integral dx minus integral 1 by 1 plus x square dx. integral dx എന്താ? x integral 1 by 1 plus x square എന്ത് വരും? tan inverse x. Answer becomes like this. x minus tan inverse x plus c.